നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹെർബൽ ഇൻഡസ്ട്രിയുടെ ഭാവിയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് 10 കൊല്ലം കൊണ്ട് ഹെർബൽ ഇൻഡസ്ട്രിയുടെ ഭാവി എവിടെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് വേണ്ടേ, നല്ല നമുക്ക് ഇതിൽ തുടരാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 10 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ നമ്മുടെ ഹെർബൽ ഇൻഡസ്ട്രി എവിടെ എത്തും എന്നാണെന്ന് നമ്മൾ ഈ ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആയെങ്കിലല്ലേ നമുക്കിതിലൊരു ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുള്ളൂ. ഇതിലെന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമുക്കിതിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട് നമുക്കിതിൻ്റെ അവസരങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ഹെർബൽ ഇൻഡസ്ട്രി, എന്താണ് ഇതിൻ്റെ അവസരങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ലോകം, എന്തുകൊണ്ടാണ് ഹെർബൽ ഒരു മാറ്റത്തിലേക്ക് തയ്യാറാവണത്, ലോകം എന്തുകൊണ്ടാണ് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുന്നത് എന്നാൽ മനസ്സിലാക്കിയോളൂ. ഇതൊരു ട്രെൻഡല്ല, ഇതൊരു മാറ്റമാണ്. ഒരു മാറ്റത്തിൻ്റെ അത്യാവശ്യമായിട്ടാണ് ഇത് ലോകം കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു മാറ്റമാണ്, ഒരു ട്രെൻഡല്ല. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രൊഡക്റ്റ് കൊണ്ട് ആൾക്കാർക്കുള്ള ആശങ്ക ഒന്നാമത്തത് അത് തന്നെയാണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ക്ലീൻ ബ്യൂട്ടി എന്നൊരു ആശയം മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഓർഗാനിക് പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് കൂടി വരികയാണ്. കസ്റ്റമേഴ്സും വളരെയധികം ബോധവാന്മാരാണ്. അവർ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വായിച്ച് ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ, അതുപോലെ ഉപകാരം ഉണ്ടാവുമോ, നന്മ ഉണ്ടാവുമോ, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്. ഹെർബൽ ഇൻഡസ്ട്രി വളരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കൂടുകയാണ്. പണ്ടുള്ളതിനേക്കാൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, രോഗങ്ങൾ കൂടിയത് കൊണ്ട് തന്നെ ഇങ്ങനെ ഹെർബൽ പ്രൊഡക്റ്റുകളുടെ ഒരു ഡിമാൻഡ് കൂടാൻ കാരണമുണ്ട്. അതോടൊപ്പം തന്നെ സ്കിൻ പ്രോബ്ലം വർദ്ധിക്കുകയാണ്. പണ്ടുള്ളതിനേക്കാളും സ്കിൻ പ്രോബ്ലങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ മുടികൊഴിച്ചിൽ, താരന്, ഇതൊക്കെ പണ്ടുള്ളതിനാട്ടിലും കൂടുതൽ അളവിലാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത്. അതൊക്കെ ഇതിനൊരു കാരണം തന്നെ. ആൾക്കാർക്ക് കെമിക്കൽ ഫ്രീ പ്രൊഡക്റ്റിനോടുള്ള അമിതൊരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ഒരു ലോക്കൽ ബ്രാൻഡ് ആയാൽ പോലും ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഈ സന്ദർഭത്തിലൊക്കെ നമുക്ക് ചെറിയൊരു ബ്രാൻഡാണെങ്കിലും പിടിച്ചു വളരാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ അടുത്ത 10 വർഷത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് വളരാൻ സാധ്യതയുള്ള പ്രോഡക്റ്റുകളാണ് ഫേസ് കെയർ സാധനങ്ങൾ, അതുപോലെ തന്നെ ഹെയർ കെയർ, ബേബി കെയർ, സ്ക്രോമിങ്, ഹെർബൽ ചായകൾ, അതുപോലെ എസെൻഷ്യൽ ഓയിലുകൾ, ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റുകൾ, ഹെർബൽ പൗഡറുകൾ, അതുപോലെ തന്നെ നാച്ചുറൽ ക്ലീനറുകൾ, ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, അതുപോലെ തന്നെ പെറ്റ് കെയർ, നാച്ചുറൽ പെറ്റ് കെയർ സാധനങ്ങൾ, ഇതിനൊക്കെ ഡിമാൻഡ് വരാൻ പോകുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ വിവരിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഹോം കെയർ, അതുപോലെ പെറ്റ് കെയർ, അതുപോലെ ഫേസ് കെയർ, ബേബി കെയർ, ഇങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഡിമാൻഡ് വരാൻ, അതും നാച്ചുറൽ പ്രൊഡക്റ്റുകളിലൂടെയുള്ള ഡിമാൻഡുകൾ വരാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലങ്ങളും ഡിമാൻഡിലേക്കാണ് അതിനെ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയയും കൂടിയാണ് അതിനെ വളർച്ചയിലേക്ക് എത്തിക്കുന്നത്. ഇൻസ്റ്റഗ്രാം ബിസിനസ്, വാട്സപ്പ് ബിസിനസ്, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, യൂട്യൂബ്, ആമസോണ്, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ സ്വന്തം വെബ്സൈറ്റ്, ഇതിലൂടെയൊക്കെയാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഓപ്പർച്യൂണിറ്റികൾ കൂടാനാണ് സാധ്യതകൾ. പിന്നെ ആൾക്കാർക്ക് സാധനങ്ങൾ അവൻ്റെ വിചാരിച്ച സാധനങ്ങൾ അവൻ്റെ കയ്യിൽ കിട്ടുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇതിലുണ്ട്. അപ്പം നമ്മൾ ഏതൊരു സാധനമായാലും ആൾക്കാരുടെ കയ്യിലൂടെ എത്തിക്കാനുള്ളൊരു സൗകര്യം കൂടി ചെയ്തു കൊടുത്ത ആളുകൾ കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് ആകർഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മതി ഏതൊരു കാര്യങ്ങൾക്കും. ആ മൊബൈൽ ഫോണിലൂടെ നമുക്ക് എവിടെയുള്ള സാധനവും നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു വലിയൊരു ഫാക്ടറിയോ അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യം ഇന്നത്തെ കാലത്തില്ല. ഒരു മൊബൈൽ ഫോൺ, നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടായി തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സഹായിക്കാൻ കുറേ AI ടൂളുകളും ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതിനോടനുബന്ധിച്ചുണ്ട്. ChatGPT, വീഡിയോ എഡിറ്റിംഗ് ടൂള്, മാർക്കറ്റ് ഓട്ടോമേഷൻ,
അങ്ങനത്തെ പല AI ടൂളുകളും ഇന്ന് നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ ചെറിയൊരു ബ്രാൻഡായാലും വലിയ ബ്രാൻഡിനോട് മത്സരിക്കാൻ നമുക്ക് ഉതകണ രൂപത്തിലാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് ഉള്ളത്. ഒരു ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു വെൻ്റർപ്രണർ ആകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവും വലിയൊരു പ്രശസ്തിയൊന്നും അതിന് വേണ്ട. അതിന് വേണ്ട എന്താ വെച്ചാൽ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള നല്ല നോളജ് ഉണ്ടാവണം. പിന്നെ ആൾക്കാരെ പറ്റിയുള്ള കസ്റ്റമറെ പറ്റിയുള്ള അറിവുകളും നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ പിന്നെ എങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്നും ട്രസ്റ്റിലൂടെ നമ്മുടെ മാർക്കറ്റിനെ നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ വളർത്തണം. പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം അവരുമായിട്ട്. പിന്നെ നമ്മുടെ പ്രവർത്തനം കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ ഉണ്ടാക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും ഹെർബൽ ഇൻഗ്രീഡിയൻറ്റുകളുടെ ഒരു എൻ്റർപ്രണർ ആവാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രാൻഡായിട്ട് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ നമ്മൾ ലീഗൽ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകണം. പ്രൊഡക്റ്റിന് നല്ല ക്വാളിറ്റി ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആരും വരില്ല. പ്രൊഡക്റ്റിന് ക്വാളിറ്റി വേണം. ഫേക്ക് ക്ലെയിമുകളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ട്രസ്റ്റാണ് ഏറ്റവും വലുത്. അതുണ്ടാക്കാൻ നമ്മൾ എന്ത് വില കൊടുത്ത് നമ്മൾ അത് ഉണ്ടാക്കിയിരിക്കണം. അതിന് നമ്മുടെ പ്രൊഡക്റ്റ് അതിന് ഉതകുന്നതായിരിക്കണം. 10 വർഷത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ആദ്യം തുടങ്ങുകയും ചെയ്യുക, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമറുടെ ട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വളരാനുള്ള നല്ലൊരു സാധ്യതയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം വേഗം നിങ്ങൾ ഒരു ഹെർബൽ പ്രൊഡക്റ്റിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആരംഭിച്ചോളൂ. നിങ്ങളുടെ ഒരു ഗോൾഡൻ സുവർണകാലം എന്ന് പറയുന്ന മാതിരി ഒരു ഗോൾഡൻ കാലഘട്ടമാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വളരാനൊരു നല്ലൊരു മാർഗ്ഗമായിരിക്കും. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ കൺസിസ്റ്റൻസി കൊണ്ടുവരിക, അതുപോലെ തന്നെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ മനസ്സിലാക്കുക, അതുപോലെ കസ്റ്റമറുടെ പെയിൻ പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഹെർബൽ സ്കിൻ കെയർ പ്രൊഡക്റ്റുകളുടെ ഒരു എൻ്റർപ്രണർ ആവുക, അതുപോലെ തന്നെ ഒരു ഓണർ ആവുക എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഓരോ പെയിൻ പോയിന്റും വെച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഹെർബൽ ബിസിനസ് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്ക് വേഗം തുടങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് അത് നഷ്ടപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ഹെർബൽ പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത്? ഇത്രയും AI ഒക്കെ വളർന്ന കാലത്ത് നിങ്ങൾ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? അപ്പം നിങ്ങൾ ഈ ആദ്യ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുക. അതാണ് വേണ്ടത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും നമുക്ക് കാണാം.